അമ്മുമ്മേന്റെ വാക്കും കേട്ട് ദിഗംബരന്റെ വിളയിൽ നാഗമാണിക്യം സ്വന്തമാക്കാൻ പോയ കുഞ്ഞുകുട്ടൻ എന്ത് സംഭവിച്ചു, ഏത് സംഭവിച്ചു എന്നാർക്കും അറിയില്ല. അത് നാഗമാണിക്യം അല്ലളിയ, അത് എന്റെ മാണിക്യാണ്. അമ്മുമ്മന്റെ വാക്കും കേട്ടോണ്ട് മാണിക്കെടുക്കാൻ പോയിട്ട് ഇപ്പൊ ക്ലാസ്സിൽ തല നോക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി, അറിയാമോ? ആദ്യം അവർ നിന്നെ കളിയാക്കും, പരിഹസിക്കും. നാഗമാണിക്യം സ്വന്തമാക്കി കഴിഞ്ഞാൽ മക്കളെ രാജാവിനെ പോലെ വാഴ്ത്തും അവർ. രാജാവനാ? അങ്ങനെ അതിന് നമ്മള് അഭ്യാസമുറ പഠിക്കണം മക്കളെ, അഭ്യാസമുറ. അമ്മുമ്മ എനിക്ക് ആ പടം പെരട്ടി കുത്ത് മാത്രമേ അറിയാവൂ. ഞാൻ എങ്ങനെ അഭ്യാസമുറ പഠിക്കാൻ? ഇവിടങ്ങളില് അഭ്യാസം അറിയാന്നുള്ള ഒരേ ഒരാള് ദിഗംബരനാണ് മക്കളെ, ദിഗംബരൻ. ദിഗംബരൻ അമ്മ ദിഗംബരന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ അഭ്യാസം പറയാൻ പഠിക്കണം. അവിടെയാണ് നിന്റെ കഴിവ്. ദിഗംബരന്റെ ശിഷ്യനാട്ടി നിന്ന് നീ അഭ്യാസമുറ പഠിച്ചാൽ നാഗമാണിക്യം സ്വന്തമാക്കാം. ക്ലാസ്സിലെ 1ാം നമ്പർ പഠിപ്പിയാവാം. എല്ലാരെക്കാട്ടിയും ഉയർന്ന നിലയിൽ നീ എത്തും. ആ മനു പീപ്പിനെ പഞ്ഞിക്കിടാൻ വേണ്ടി എനിക്ക് ദിഗംബരൻ മാമന്റെ അടുത്ത് നിന്ന് അഭ്യാസമുറയാൻ പഠിക്കണം. കളരി, കരോട്ട, അണ്ണിപ്പൂട്ട്, കരടി, സിംഗം എല്ലാം പഠിക്കണം എനിക്ക്. എന്നിട്ട് എന്നെ കളിയാക്കിയവന്മാരുടെ ഫ്രണ്ടിലോട്ടൊരു വരക്കുണ്ട്. ദിഗംബരൻ മാമ, അപ്പൂപ്പ, ദിഗംബര അപ്പൂപ്പ. നിക്കവിടെ. നീ ഇവിടെ എന്തിനു വന്നു? അത് പിന്നെ അമ്മമ്മ പറഞ്ഞ ദിഗംബരൻ അപ്പൂപ്പന്റെ അടുത്ത് ഞാൻ കരോട്ട്, കളരി, കുച്ചിപ്പുടിയൊക്കെ പഠിപ്പിച്ചു തരുമെന്ന്. പഠിക്കാൻ വന്ന അപ്പൂപ്പ. അരകായ പ്രവേശനം, ശവപൂജ, മുദ്രകൾക്കിടയിൽ കൂടി കത്തി ഓട്ടിക്കുന്ന സമയം എത്തിക്കഴിഞ്ഞു. ഇതാ പിടിക്ക്. എന്തടാ കുട്ടാ? ചാടിച്ച് കേട്ട് തന്നുണ്ടല്ലോ. ഇങ്ങനെയാണെങ്കിൽ കളിക്ക് ഞാൻ ഇല്ല. കത്തി എടുത്ത് എന്റെ മുദ്രയെ കൂടെ കുത്തണം. ബാ ഇങ്ങോട്ടും. മുദ്ര